ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് ഒരു ശരിയായ നീക്കമായിരുന്നോ? തീർച്ചയായും ഇതൊരു ശരിയായ നീക്കം തന്നെയായിരുന്നു. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പാകിസ്ഥാൻ എന്നുള്ള രാജ്യം മത തീവ്രവാദികളാൽ ഭാരതത്തിനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മത തീവ്രവാദികൾക്ക് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് ഇന്ന് ഈ മൊത്തത്തിൽ ലോകരാജ്യങ്ങളുടെ എല്ലാം ആവശ്യമാണ്. പക്ഷേ ഭാരതത്തിൽ ഇത് സംഭവിച്ചതിൻ്റെ പേരിൽ ഭാരതം മുൻകൈയെടുത്ത് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വികസിതങ്ങളായ ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദത്തിനെതിരായി ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ഈ പ്രതികരണത്തിൽ നിങ്ങൾ സന്തുഷ്ടരാണോ? തീർച്ചയായും ഇന്ത്യയുടെ പ്രതികരണത്തിൽ സന്തുഷ്ടർ തന്നെയാണ്. കാരണം നമ്മളുടെ നിരപരാധികളായ സാധുക്കളായ 10-26 ആളുകളെ മതം ചോദിച്ചുകൊണ്ട് മാത്രം കാലപുരിക്ക് അയക്കുന്ന ഒരു കാഴ്ച ഈ ലോകത്ത് എവിടെയും കാണാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുക്കുക തന്നെ വേണം. അതിന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ, ഒരു ഭാരത പൗരൻ എന്നുള്ള നില അങ്ങേയറ്റം അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. നമ്മുടെ സർക്കാരിന് നിങ്ങൾ എന്തെങ്കിലും സന്ദേശം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളുടെ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ ഭരണം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷമായി ഭാരതം ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഭീകരവാദങ്ങളും ഭാരതത്തിലുണ്ടാകുന്ന മതസ്പർദ്ധയും വളർത്തിക്കൊണ്ട് ദേശവിരുദ്ധ ശക്തികൾ നമ്മളുടെ വളർച്ചയെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ജാതി മത വർണ്ണ ലിംഗഭേദമന്യേ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലോകത്തിന് മുഴുവൻ മാതൃകയാകത്തക്ക ഒരു വിധത്തിലേക്ക് വികസിതമായി കുതിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ സൈന്യത്തെയും സർക്കാരിനെയും നിങ്ങൾ ഏത് രീതിയിൽ അഭിനന്ദിക്കുന്നു? നമ്മളുടെ സൈന്യത്തെയും സർക്കാരിനെയും അങ്ങേയറ്റം പ്രശംസിക്കുന്നു. കാരണം നമുക്കറിയാം, നമ്മളെപ്പോലുള്ള ഓരോ സാധാരണക്കാരനും സർവ്വസ്വതന്ത്രനായി നമ്മുടെ ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു പുണ്യമാണ്. കാരണം ഉറക്കമൊഴിച്ചുകൊണ്ട് അതിർത്തിയിൽ നിൽക്കുന്ന ഭടന്മാരും അതുപോലെ തന്നെ ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാരും ഉള്ളതിനാലാണ് ഇത്ര സുരക്ഷിതത്വ ബോധത്തോടു കൂടെ നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ GST എന്നുള്ള രീതിയിൽ ഒരുപാട് നികുതി ഈടാക്കുന്നു എന്നുള്ള ഒരു പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം നികുതി കൊടുത്താലും ആ നികുതിയെല്ലാം നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാർ 10 വർഷമായി അധികാരത്തിലിരുന്നു കൊണ്ട് ഒരു രൂപ പോലും പാഴ്ചെലവില്ലാതെ എത്ര മനോഹരമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളത് നിത്യേന നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കണ്ടറിയുന്നതാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് ഈ കാര്യം